ഈ ഫോൺ ഇതവിടെ പോയി. ഹലോ. I want you in the office immediately. ഗുഡ് മോർണിംഗ് മാം. വാട്ട്സ്ആപ്പ്? നിന്റെ റോമാഞ്ചിനെ സസ്പെൻഡ് ചെയ്തു. വാട്ട്? ഹൗ? വെൻ? ഹിഡൻ ബാംഗ്ലൂർ എന്ന ഫ്ലോപ്പ് ഫീച്ചർ എഡിറ്ററെ കൺവിൻസ് ചെയ്ത് അവൻ പേപ്പറിൽ ഫീച്ചർ ചെയ്തിരുന്നു. അതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണോന്നറിയില്ല, 2 ദിവസം മുമ്പ് ഓഫീസ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ. 2 എണ്ണം അകത്ത് ചെന്നപ്പോൾ പുള്ളിക്കാരൻ സ്പോർട്സിലെ നിക്കിതയോട് മിസ്ബിഹേവ് ചെയ്തു എന്നാണ് പരാതി. അവളുടെ കയ്യിൽ നിന്ന് 2 തല്ല് കിട്ടിയെന്നാ കേട്ടെ. ഹെഡ് ഓഫീസിൽ നിന്ന് രാവിലെ സസ്പെൻഷൻ ഇമെയിൽ വന്നു. ആ പിന്നെ നിന്റെ ഫ്രണ്ട് നമ്മുടെ എഡിറ്റർക്കേ ട്രാൻസ്ഫർ കിട്ടി ബോംബെ ഓഫീസിലേക്ക് പോയി. പുതിയ എഡിറ്റർ വരുന്നവരെ സ്റ്റാൻഡ് ബൈ എഡിറ്റർ ഞാനാ. നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. നിനക്ക് നിന്റെ ഫീച്ചർ റൈറ്റർ പോസ്റ്റിൽ റിസ്യൂം ചെയ്യാം. താങ്ക്സ് ഒന്നും പറയണ്ട. ഇനി പുതിയ എഡിറ്റർ വരുമ്പോ അയാളോട് തല്ലുപിടിക്കാതിരുന്നാ മതി. എന്നിട്ട് പവനോട് പാവം ഡെസ്ക് ക്ലിയർ ചെയ്യാം. സ്പോർട്സിലെ കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞു? നികിത. ഞാനത് റീപ്ലേസ് ചെയ്ത് തരാം. താങ്ക് യു. നീനെ കാണാതെ പോവാണോ ചക്കരെ? നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ലടാ. എന്നാലും നീ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ലു പിടിച്ചല്ലോ. അവള് ജൂഡോ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ പഴയ ക്യാബിൻ ഇനി എന്റെ പുതിയ ക്യാബിൻ. ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നെയിം ബോർഡൊക്കെ വെക്കുന്നുണ്ട്. നിന്റെ കാര്യം ഓർത്താ എനിക്ക് വിഷമം. NSC പുറത്താക്കി നിറഞ്ഞ പിന്നെ വേറെ സ്ഥലത്തൊക്കെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നീ രോമാഞ്ചല്ലേ, സകല കലാവല്ലഭൻ. വീട്ടിലിരുന്നാലും നീ അടുത്ത ആപ്പിളും ഫേസ്ബുക്കൊക്കെ കണ്ടുപിടിക്കില്ലേ? ആരോ പറഞ്ഞതുപോലെ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. കറക്റ്റ്. നിനക്കിനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. അടുത്ത ആഴ്ച മുതൽ ഞാൻ കമ്പനിക്കാരുടെ ഓഫീസിൽ വരുമ്പോൾ നീ ട്രാഫിക് ലൈറ്റിലിരുന്ന് തെണ്ടുന്ന കാണാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഫുഡ് വൗച്ചേഴ്സ്. വേണ്ട.